80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ ആണ്. ഒരു റീപ്ലേസ്മെന്റ് പോലും ഇല്ലാത്ത വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഇല്ലാത്ത പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ അപൂർവമായിരിക്കും. നല്ല വർക്കിംഗ് ആണ്. 1,60,000 കിലോമീറ്റർ ജെനുവിന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. 4x4 മാനുവൽ ന്യൂ ഷേപ്പ് ഗ്രില്ല് ഇതൊക്കെ ചെയ്താണ്. ഓക്കെ, ഇത് നമ്മളൊരു ഓഫർ പ്രൈസിന് ടാക്സി ആവശ്യക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. വലിയ മെയിൻ്റെനൻസ് വരുമോ ഇതിന്? ഈ ക്ലാസ്സിന് പൊതുവിൽ മെയിൻ്റെനൻസ് കുറവാണ്. രണ്ട് കാറ്റഗറി അത്യാവശ്യം. പിന്നെ GLS എസ് ക്ലാസ് ആ ലെവലിലാണ് നല്ല മെയിൻ്റെനൻസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിൽ നിങ്ങൾ കുറേ ഇന്നോവ ക്രിസ്റ്റകൾ, ഫോർച്യൂണറുകൾ, അതേപോലെ ഈ ഭാഗത്ത് ഇന്നോവകളുണ്ട്, ചെറുവാഹനങ്ങളുണ്ട്. എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ PM മെഗാസിൽ വന്നിരിക്കുകയാണ്. ബ്രോ സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. സ്റ്റോക്കുകൾ പുതിയത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വണ്ടികൾ ഡൽഹിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് വരാണ്ട് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വണ്ടികളെ പറ്റി എന്താ പറയുക, എന്താണ് കാര്യങ്ങൾ അതേപോലെ തന്നെ പറഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടികളുണ്ടോ? ഉള്ള വണ്ടികളുണ്ട്, പിന്നെ ഇല്ലാത്ത വണ്ടി എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ള മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വണ്ടി എവിടേക്കാ വേണ്ട അവർക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. അവർക്ക് 50 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ 50 കിലോമീറ്റർ, 70 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ അവർക്ക് കൊണ്ടുപോയിട്ട് അവരെ വർക്ക്ഷോപ്പിൽ അവരെ കെയർ ഓഫിലുള്ള വർക്ക്ഷോപ്പ് തന്നെ അവർക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഇവിടെ കൊണ്ടുപോയിട്ട് വേണം ചെക്ക് ചെയ്യാം. ആ ഒരു ഗ്യാരണ്ടി ഇവിടുന്ന് കയറുന്നത്. പിന്നെ ഓൾ കേരള നമുക്ക് ഡെലിവറി വണ്ടി വല്ല ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഡീസൽ അടിക്കാനുള്ള പൈസ അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതും ചെയ്ത് കൊടുക്കണ്ടല്ലേ? കൊല്ലത്താണെങ്കിൽ കൊല്ലത്ത്, തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മൾ വണ്ടി കൊണ്ടുപോയി ഡെലിവറിയും കൊടുക്കും. അതേപോലെ ഡെലിവറിയും കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കുത്തുന്ന വണ്ടി കൊണ്ടോ? അതാണ് ചുരുക്കി പറഞ്ഞാൽ. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. വണ്ടി അവർ സെലക്ട് ചെയ്യുക, ഈ വണ്ടി അവിടെ എത്തിച്ചു കൊടുക്കുക, എന്നിട്ട് അവർക്ക് അവരെ വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ അവർക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ തിരിച്ചു വരാം. അവർ ഡീസലിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ലൊക്കേഷൻ വരുന്നത് മൊറയൂരാണ്. മലപ്പുറം ജില്ലയിൽ മൊറയൂർ, കോഴിക്കോട്, പാലക്കാട് റൂട്ടിൽ മൊറയൂരാണ്. PM മെഗാസ് ഹൈവേ സൈഡിൽ തന്നെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, മറന്നുകൊണ്ട. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളുണ്ട്, പ്രീമിയം വരുന്നുണ്ട്, ചെറുവണ്ടികളും എല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും കാണിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ആദ്യം നമുക്കൊരു ഇന്നോവ ക്രിസ്റ്റയിൽ തുടങ്ങാം. കേരള നമ്പർ ആയതാണ്, KL 10 ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 16 മോഡൽ Z ഓട്ടോമാറ്റിക്. ഓക്കെ, ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. Z 2.8 വരാം. 2.8 Z. ഓക്കെ, വേറെ എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളുണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ ആയിട്ടുള്ള തട്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട്. ബോണറ്റ്, അതായത് റീപ്ലേസ് ഇല്ല. മേജർ വിഷയങ്ങളൊന്നുമില്ല, ചെറിയ മൈനർ വിഷയങ്ങളുള്ളൂ, ചെറിയ ടച്ചപ്പ്. പിന്നെ റീ രജിസ്റ്റേർഡ് വണ്ടി ആവുക. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളുണ്ടോ? എത്ര ഓട്ടം പോയത്? 1,30,000. 1,30,000. 16 Z ഓട്ടോമാറ്റിക്. 16 Z ഓട്ടോമാറ്റിക്. ഇത് ന്യൂ ഷേപ്പ് ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത് നല്ല ചെയ്തിട്ടുണ്ട് വണ്ടി. ഓക്കെ, വേറെ വർക്കൊന്നുമില്ല ഇപ്പോൾ ചെയ്യാൻ? ഇല്ല, ഇനി വർക്ക് കാര്യങ്ങളായിട്ടൊന്നും ചെയ്യാനില്ല. കുഴപ്പമില്ലാത്ത ടയേഴ്സും കാര്യങ്ങളുണ്ട്. ഒരു 70% ടയേഴ്സ് ഉണ്ട്. എത്ര കൊടുക്കുക ഇത്? സാധാരണ രീതിയിൽ 17,000 മാർക്കറ്റ് വരുന്നത്. നമ്മളിതൊരു ഇയർ എൻഡിങ് സെയിൽ ചെയ്താലും 16,50,000 കൊടുക്കും. 16.5 ലക്ഷം രൂപയ്ക്ക് 2016 Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനം. നിങ്ങൾ ഇനി ഒരു ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കേരള നമ്പർ ആയി കഴിഞ്ഞു, ഒരു പൈസ ചിലവാക്കേണ്ട. 16,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ലോൺ കിട്ടുമല്ലോ? ലോൺ കിട്ടും. ഒരു 14,000 വരെയൊക്കെ ലോൺ കിട്ടും. ഓക്കെ, ഒരു 2 ലക്ഷം 2-2.5 കണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു ക്രിസ്റ്റയാണിത്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ നിങ്ങളുടെ പേരിലേക്ക് മാറാം. പോളിഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അടുത്ത സെയിം ക്രിസ്റ്റയാണ്, വൈൻ റെഡ് കളർ തന്നെ. സെയിം ആണ്, 16 മോഡൽ തന്നെയാണ്. ഇതറിയായോ? ഇത് നമ്പർ ആയിട്ടില്ല. കേരളത്തിൽ എവിടെയും നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. NOC എടുത്തില്ല അല്ലേ? എവിടേക്കും NOC എടുത്തിട്ടില്ല. ഓക്കെ, പറഞ്ഞോളൂ. 16 തന്നെ സെയിം ഓട്ടോമാറ്റിക്കാ? സെയിം ആണ്, പക്ഷേ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ്, ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സർവീസ് ഉള്ള വണ്ടി. 1,10,000 കിലോമീറ്റർ ആയിരുന്നു. അത് ഫുൾ സർവീസ് ഉണ്ട്. ഫുൾ സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, അവിടെ എത്ര ഓണർഷിപ്പ്? ഇപ്പൊ സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണറാണ്. അവിടെ എടുക്കുന്ന ആൾ തേർഡ് ഓണറാവും. ഓക്കെ, നിങ്ങളുടെ RTOയിലേക്ക് നിങ്ങൾക്ക് ഏത് രജിസ്ട്രേഷൻ വേണോ അതിലേക്ക് കിട്ടുകയും ചെയ്യും. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ, ഇതിപ്പോൾ എത്ര വയ്ക്കുന്നതിന്? ഇതും സെയിം തന്നെയാണ്. കേരള നമ്പർ ആക്കിയിട്ട് 16.5 ലക്ഷം. 16,50,000 രൂപയ്ക്ക് സെയിം കേരള നമ്പർ ആയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാം. NOCയിലാണെങ്കിൽ 2,40,000 ടാക്സ് വരും. അത് കുറച്ച് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഒരു മഹാരാഷ്ട്ര ക്രിസ്റ്റയാണ്, വൈറ്റ് കളർ. NOC എവിടെയെങ്കിലും എടുത്തിട്ടില്ല. ഓക്കെ, എങ്ങനെയാണ് ഇത്? 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ ആണ്. ഒരു റീപ്ലേസ്മെന്റ് പോലും ഇല്ലാത്ത വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഇല്ലാത്ത പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ അപൂർവമായിരിക്കും. ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, 80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. മോഡല് 2018 മോഡൽ. 18 ആണിത്. ബേസ് മോഡലാണ്. G4 ആണ്. ബേസിക്
ഫീച്ചേഴ്സ് എല്ലാം വരും അല്ലേ? അതെ അതെ എല്ലാം വരുന്നുണ്ട്. സീറ്റ് കവറൊക്കെ നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. വർക്കുകൾ കാര്യമായിട്ട് പെൻഡിങ് ഒന്നുമില്ല. ഓക്കെ, 2018 80,000 ഓടിയിട്ടുള്ള ഒരു ക്ലെയിമോ കാര്യങ്ങളോ വരാത്തൊരു വാഹനമാണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ടല്ലോ. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ആയിട്ടുണ്ട്. കേരളത്തിൽ എവിടെയും നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. NOC എടുത്തിട്ടില്ല. ഓക്കെ, ടയർ ഭാഗങ്ങളും നല്ല അടിപൊളിയാണ്. ഇതിനിപ്പോൾ എത്രയാ എങ്ങനെയാണ്? കേരള നമ്പർ ആക്കിയിട്ട് നമ്മളൊരു ഓഫർ പ്രൈസ് 14,90,000 കൊടുക്കാം. 14,90 G4 ആണ്. നേരത്തെ കണ്ടത് സെറ്റ് ഓട്ടോമാറ്റിക് ആയിരുന്നു. മാറിപ്പോണ്ട, കൺഫ്യൂഷൻ ആയി പോണ്ട. 18 മോഡലാണ്. ഇത് 18 മോഡൽ വരുന്നുണ്ട്. പക്ഷെങ്കിൽ G4 ആണ്, ബേസ് ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് അല്ല, മാനുവലും ആണ് അല്ലേ? ലോ കിലോമീറ്റർ വണ്ടികൾ 1,00,000 താഴെ കിലോമീറ്റർ വണ്ടി ചോദിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. ഓക്കെ, നമ്പർ ആക്കിയിട്ട് ഈ ഒരു എമൗണ്ട് കിട്ടും. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല വണ്ടിക്ക്, ഒരു റീപ്ലേസ് ഇല്ല, എല്ലാം ഒറിജിനലാണ്. ഈ NOC-യിൽ നിങ്ങൾക്ക് ലോൺ ചെയ്ത് കൊടുക്കുന്നത് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. NOC-യിൽ എന്ന് പറഞ്ഞാൽ നമ്പർ അവരെ പേർക്ക് ആക്കുമ്പോൾ ലോൺ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ടാക്സ് എമൗണ്ട് നമ്മൾ കാണണം. അതെ, അത് വേണ്ടെന്നില്ല. ഒരു എന്തായാലും ഡൗൺ പേയ്മെന്റ് 2 ലക്ഷം വേണ്ടി വരില്ല. ആ എമൗണ്ട് തന്നാൽ മതി. അത് കാണണം അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഒരു ഹോണ്ട WRV ആണ്. ഡീസലാണിത്. ഡീസൽ മാനുവൽ വിത്ത് സൺറൂഫ് ഉള്ള വണ്ടി. ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? ഏറ്റവും ടോപ്പ് മാനുവൽ ആണ്. ഡ്രൈവറിന്റെ ഡീസലിൽ നല്ല മൈലേജ് ഉണ്ടാവും. 22 കിലോമീറ്റർ പക്ക മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്താ ക്ലെയിം ഉണ്ടോ? മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഡൽഹി നമ്പർ ആണ്. കേരളത്തിൽ എവിടെയും നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. വെറും 6.5 ലക്ഷം രൂപ. മോഡല് 17 മോഡൽ 2017 VX ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നത് ഡീസൽ മാനുവൽ WRV ആണ്. നമ്പർ ആക്കിയിട്ട് 6,50,000 ഫുൾ ലോണില്ല. നമ്പർ ആക്കിയിട്ട് 6.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വണ്ടി കൊണ്ടുപോകും. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? ഓട്ടോ 1 ലക്ഷം. 1 lakh ജെനുവിൻ ആണ്. പ്രൈവറ്റ് വണ്ടിയാണ്, ടാക്സി ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഓണർഷിപ്പ് എത്രയാ? അവിടെ 3rd ഓണർ. 4 പുതിയ ടയറാണ്. ടയറുകളൊക്കെ 4 പുതിയതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡീസൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാം. ഹോണ്ട വണ്ടിയാണ്. വലിയ പണി വരാൻ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് എവിടെ കൊണ്ടുവരണം ചെക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ ഇത് ജാസ് മൊബൈൽ അങ്ങനത്തെ വണ്ടികളൊക്കെ സെയിം ഇഞ്ചനാണ്, അവൈലബിൾ ആണ്. അതെ അതെ. ഓക്കെ, അങ്ങനത്തെ കാര്യമൊന്നും പേടിക്കേണ്ട. നല്ലൊരു ഡീസൽ വണ്ടി 6.5 ലക്ഷത്തിന് കേരള നമ്പർ ആക്കിയിട്ട് ഫുൾ ഓപ്ഷൻ സൺറൂഫും കാര്യങ്ങളെല്ലാം വർക്കിംഗ് അല്ലേ? ഒക്കെ വർക്കിംഗ് ആണ്. പുതിയ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. 7 ലക്ഷം IDVയിൽ പുതിയ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നല്ലൊരു ഇതാണ്. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു പജേറോ സ്പോർട്ടാണ്. ഇതും റീവണ്ടി തന്നെയാണ്. റീവണ്ടിയാണ്. HR നമ്പറാണ്. ഓൾറെഡി നമ്മളെ പേരിൽ NOC എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. എവിടേക്ക്? കേൽപ്പത്തിലേക്ക്. പെട്ടെന്ന് കസ്റ്റമർ വരികയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് അവരെ പേർക്ക് ആക്കാൻ പറ്റും. ഓക്കെ, മാറ്റാൻ പറ്റൂല. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 13 മോഡലാണ്. 4x4 മാനുവൽ ആണ്. ഡീസൽ. ഓക്കെ, ഡീസൽ 4x4 മാനുവൽ 2013 പജേറോ സ്പോർട്ടാണ്. എത്ര ഓടി? ഇത് 1,10,000. ഓക്കെ, കമ്പനി സിസ്റ്റർ ഇപ്പോൾ ഷോറൂം ഇല്ലാത്ത ജെനുവിനാണെന്ന് തോന്നുന്നു. പ്രൈവറ്റ് വണ്ടിയാണ്. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അല്ലേ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് മാത്രം. ബോണറ്റ് ഫെൻഡർ അങ്ങനത്തെ എന്തെങ്കിലും? അല്ല, മേജർ വിഷയങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ, ഒരു 7 സീറ്റർ ഡീസൽ 4x4 വാഹനമാണ്. പജേറോ സ്പോർട്ട്. ഒരു സ്റ്റൈലിഷ് വണ്ടിയാണ്. എത്ര കൊടുക്കുക ഇത്? 4x4 ഓഫ് റോഡർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. എത്ര കൊടുക്കുക? ഞങ്ങളിവിടെ 7 ലക്ഷമാണ് എല്ലാവരോടും ആസ്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു ഇയർ എൻഡിങ് ആയതുകൊണ്ട് 7 ലക്ഷത്തിന് കേരള നമ്പർ ആക്കി കൊടുക്കാം. 7 ലക്ഷം രൂപ കേരള നമ്പർ ആക്കിയിട്ട് 2013 4x4 പജേറോ സ്പോർട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള നമ്പർ ആക്കിയതിന് ശേഷം വെറും 7 ലക്ഷം. ലോണ് ചാൻസ് ഇല്ലല്ലോ ഇതിൽ? ലോണ് ഏതോ കമ്പനികളൊക്കെ കൊടുക്കുന്നുണ്ട്. ചില കമ്പനികൾ നോക്കാം അല്ലേ? ഓക്കെ, സാധ്യത കുറവാണെന്ത്. ഓക്കെ, നല്ലൊരു അടിപൊളി ഫോർച്യൂണർ വന്നിരിക്കുകയാണ്. ഇത് തന്നെയാ? അറിയാണ്. കേരള നമ്പർ ആയ വണ്ടിയാണ്. എവിടെ? 2012 തേൽ 55 തിരൂരിലെ നമ്പർ ആയ വണ്ടി. തിരൂര് 2012 മോഡൽ അല്ല? അതെ അതെ. തിരൂർ നമ്പർ ആയി കഴിഞ്ഞു. നല്ല ടയേഴ്സ് ആണ്. 4 ടയർ വൈഡൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ ടയറാണ്. പുതിയ ടയേഴ്സ്. ഓക്കെ, എങ്ങനെയാ കാര്യങ്ങൾ? ഇത് ബാക്കി 2012 മോഡലാണ്. 3rd ഓണർ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഓട്ടോമാറ്റിക് മാനുവലോ? ഓട്ടോമാറ്റിക് 2 വീൽ ഓട്ടോമാറ്റിക് അല്ല? ഓക്കെ, നമ്മൾ ആസ്കാണ് 11,70,000 ഇവിടെ ചോദിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഇയർ എൻഡിങ് ആയതുകൊണ്ട് ഒരു 50,000 കുറച്ചിട്ട് ഒരു 11,40,000 11,40,000 കൊടുക്കും. 11,70 ചോദിച്ചത്. ഓക്കെ, അപ്പോൾ 30,000 കുറച്ച്. 30,000 11,40,000 11,40,000 കൊടുക്കും. കേരള നമ്പറിൽ ആക്കിയ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 2012 മോഡൽ. 11,40,000 കൊണ്ടുപോകാം. ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കും. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല. അഡീഷണൽ ടാക്സോ കാര്യമൊന്നും വരുന്നില്ല. കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനമാണ്. അടുത്ത വണ്ടിയിലോട്ട് ഇതാ വീണ്ടും ഒരു വൈറ്റ് ഫോർച്യൂണർ. ഇതും കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇവിടെ തന്നെ അല്ലേ? കൊണ്ടോട്ടി. അതെ, KL84 3rd ഓണർ ആണ്. 14 ലക്ഷം IDVയിൽ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ, ഒരു മോഡല് 2014 മോഡൽ. ഓട്ടോ എത്രയാ? 2 വീൽ ഓട്ടോമാറ്റിക് 1,40,000 കിലോ. 1,40,000 2 വീൽ ഓട്ടോമാറ്റിക് 2014 വാഹനമാണ്. നിലവിൽ 3rd ഓണർ. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്, റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി
ഇത് 13,25,000 നമ്പർ ആയ വണ്ടിയാണ്. ടാക്സ് അടച്ച വണ്ടിയാണ്. 13,25 കൊടുക്കും. 13.25 ലക്ഷം രൂപയ്ക്ക് 2014 ടൂ വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 12 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. 12 lakh ലോൺ കിട്ടും. അപ്പോൾ ലോണിൽ വേണമെന്നുള്ളവർക്ക് നോക്കാൻ പറ്റിയ മോഡലാണ്. അടുത്തൊരു ഫോർച്യൂണറാണ്, സ്റ്റോക്ക് കണ്ടീഷൻ, അതായത് ഒന്നും ചെയ്യാത്തൊരു വണ്ടി. ഇതിലിപ്പോൾ ആകെ ഉത്തരാഖണ്ഡിൽ നിന്ന് വന്നതാണ്. ഒരു വർക്ക് ചെയ്തിട്ടില്ല. ചെറിയ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്യാണ്ട്. ഓൾറെഡി ഇവിടെ KL84 NOC എടുത്തിട്ടുണ്ട്. നമ്പർ ആക്കിയിട്ട് പുതിയ റിന്യൂവൽ, പുതിയ ടാക്സ് അടച്ചിട്ട് 5 വർഷത്തെ പുതിയ പേപ്പർ എടുത്തിട്ട് 6,90,000 ഈ കണ്ടീഷനിൽ കൊടുക്കും. ഇതേ കണ്ടീഷനിൽ ഫേസ് ലിഫ്റ്റ് ചെയ്ത് ടൈപ്പ് 2 ആക്കണമെങ്കിൽ 8 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഫുള്ള് ബ്ലാക്ക് അടിച്ച് ടൈപ്പ് 2 ആക്കാം. ടൈപ്പ് 2 ആക്കിയാൽ 8 ലക്ഷം ഫുള്ള് പേപ്പർ എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ 6,90,000 പേപ്പറിൽ മാത്രം, ഇതൊന്നും ചെയ്യാണ്ട് ഇതേ കണ്ടീഷനിൽ 20,000 രൂപ എടുത്തെങ്കിൽ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പെയിന്റ് അടിച്ച് വൃത്തിയാക്കി എടുക്കാം അല്ലേ? ടൈപ്പ് ഇത് തന്നെയായിരിക്കും, പെയിന്റ് അടിച്ച് വൃത്തിയാക്കി സെയിം കണ്ടീഷൻ, ഒരു വർക്ക് കൊടുത്തില്ല. ഓക്കെ. ആകെ ഗംഭീരം എന്ന് പറയാനുള്ള ടയർസും സീറ്റ് കവറുമാണ്. നല്ല 4 പുത്തൻ ടയറാണ്, നല്ല വർക്കിംഗ് ആണ്. 1,60,000 കിലോമീറ്റർ ജെനുവിന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. 4x4 മാനുവൽ അല്ലേ? 4x4 മാനുവൽ ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷൻ. ഇപ്പോൾ സെക്കൻഡ് ഓണറിലാണ്. കൊണ്ടുപോയിട്ട് വന്നാൽ മൂന്നാമത്തെ ഓണറാവും. ബാംഗ്ലൂർക്ക് ട്രക്കിന് വന്ന വണ്ടിയാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ചു വന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ജെനുവിൻ കിലോമീറ്ററിന് ഗ്യാരണ്ടി പറയാൻ കാരണം. ഞാൻ ഓടിച്ചു വന്ന ബാംഗ്ലൂരിൽ നിന്ന്. ഓക്കെ, ഇത്രയും പെർഫെക്റ്റ് വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ താല്പര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. 6,90,000 ഒരു 4x4 ഫോർച്യൂണർ പുതിയ പേപ്പറിൽ, 5 വർഷം പുതിയ പേപ്പറിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. വിളിച്ചോളൂ അല്ലേ? അതെ. അടുത്തൊരു ടൈപ്പ് 2 ഫോർച്യൂണർ ആണ്, ഗുജറാത്ത് രജിസ്ട്രേഷൻ തോന്നുന്നു. 2014 മോഡൽ. എങ്ങോട്ടേക്ക് NOC എടുത്തില്ലല്ലോ? NOC എടുത്തിട്ടില്ല. കേരളത്തിൽ എവിടെയും വേണമെങ്കിൽ NOC എടുത്ത് കൊടുക്കും. ഓക്കെ. 14 മോഡൽ ഏതാ? കേരള ടാക്സ് അടച്ചിട്ട് 13,25,000 ടൂ വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ടൂ വീൽ ഓട്ടോമാറ്റിക് 13.4 കേരള നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. 2014 മോഡൽ കിടക്കുകയാണ്. എത്ര ഓട്ടം പോയി? ഒരു ഓട്ടം 1,90,000 കിലോമീറ്റർ ഓടി. എന്തെങ്കിലും ക്ലെയിം അപകടങ്ങൾ ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ മേജർ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ബമ്പറും ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. ഉള്ളതാണ്. ഓക്കെ. വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ലാത്ത വണ്ടി അല്ല? ഓക്കെ. 13,25 പേപ്പർ ആക്കിയിട്ട് നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും ഈ ഒരു വാഹനം. അതിനുശേഷം ലോണും കിട്ടും. ഒരു 11 ലോൺ കിട്ടുമായിരിക്കും അല്ലേ? കേരള നമ്പർ ആവുന്നത് കൂടി ലോൺ കിട്ടും. 12 വരെ ലോൺ കിട്ടും. ഓക്കെ. അടുത്തൊരു ചെറിയ വണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. നിസാൻ മൈക്രയാണ്. ഡീസലാണിത്. അതെ, ഡീസൽ. KL57 കൊടുവള്ളി രജിസ്റ്റേർഡ് ആയതാ അല്ലെങ്കിൽ റീ രജിസ്റ്റേർഡ് മൈഗ്രേറ്റഡ്? ഓക്കെ, പറഞ്ഞോളൂ. എങ്ങനെ? 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ വണ്ടിയാണ്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. എയർ ബാഗ് കാര്യങ്ങൾ, ABS എല്ലാ ഓപ്ഷനും. ഏതോ ഓപ്ഷൻ വരുന്നത്? XL ആണ് മിഡിൽ ഓപ്ഷൻ. ഓക്കെ. ഓട്ടം എത്ര പോയി? ഓട്ടം 1,30,000 കിലോമീറ്റർ. പിന്നെ മേജർ ഒക്കെ കഴിഞ്ഞോ? അതെ, സർവീസ് ഒക്കെ കഴിഞ്ഞത്. എല്ലാം കഴിഞ്ഞു നോക്കാം. ഓക്കെ. വേറെ ക്ലെയിം ഒന്നുമില്ല? മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. ഒന്നര ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. 2,55,000 നമുക്ക് കൊടുക്കാം. 2017 മോഡൽ, 16 രജിസ്ട്രേഷൻ. 16 മോഡലും 17 രജിസ്ട്രേഷൻ വരുന്ന വാഹനം അല്ല? 2,55 കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനമാണ്. ഡീസൽ XL മൈക്ര മിഡിൽ ഓപ്ഷൻ വണ്ടി. 20-22 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഒരു 2 lakh ലോൺ കിട്ടോ? 2 lakh വരെ ലോൺ കിട്ടോ? കിട്ടാ 2 lakh അല്ല, ഇതിന് 2.5-2.25 വരെ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. അടുത്തൊരു എറ്റിയോസ് ലിവേ ആണ്. KL84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആയതാ? കേരള നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ. ഫുൾ അറിയാണല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2017 VD ആണ്. ഡീസൽ സെക്കൻഡ് ഓപ്ഷൻ. അതായത് VXന്റെ തൊട്ട് താഴെ VD ഡീസൽ മൈലേജ് കിങ് ആണ്. നല്ല ഡിമാൻഡ് ഉള്ള കളറാണ്. റെഡ് ആൻഡ് ബ്ലാക്ക്. ഡുവൽ ടോൺ ആണ്. ഒറിജിനൽ കളറാണ്. ഓക്കെ. വന്നപ്പോഴുള്ള കളറാണ്. ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ പ്ലാറ്റിനം വണ്ടിയാണ്. അലോയ്സും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം കമ്പനി വരുന്നതാണ്. ഡയമണ്ട് കട്ട് അലോയിലാണ്. ഇത് നമ്മള് ഓൾറെഡി കേരള നമ്പർ ആയ വണ്ടിയാണ്. 5,40,000 കൊടുക്കും. ഇത് ഓട്ടം എത്ര? ഓണർഷിപ്പ് എത്ര? ഓട്ടം 1,40,000 കിലോമീറ്റർ. തേർഡ് ഓണർ. 5,45 കേരള നമ്പർ ആയി കഴിഞ്ഞാൽ ഡീസൽ ലിവ VD നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2017 മോഡൽ അല്ലേ? ഓക്കെ. ലോൺ എത്ര കിട്ടും? 4.5 വരെ കിട്ടും. 4 വരെ. ഓക്കെ. അപ്പോൾ മൊത്തത്തിലൊരു ഡിമാൻഡുള്ള സാധനമാണിത്. അതെ. നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ അല്ലേ? ഈ കളറിന് പ്രത്യേക ഡിമാൻഡ് ഉള്ളതാണ്. ഓക്കെ. അടുത്തൊരു എറ്റിയോസ് ആണ്. KL10 റിയാദാ. ഇതും കേരള നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ. എങ്ങനെയാ? ഇത് 2016 VXD ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ സെഡാൻ വണ്ടി. അതെ. ഓക്കെ. തേർഡ് ഓണർ വണ്ടിയാണ്. ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ന്യൂ ഷേപ്പ് ഗ്രില്ല് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്താണ്. ഓക്കെ. ഇത് നമ്മളൊരു ഓഫർ പ്രൈസിന് ടാക്സി ആവശ്യക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. 4,70,000 കൊടുക്കാം. നമ്പർ ആയ വാഹനമാണ്. 4,75 2016 VXD. എത്ര ഓട്ടം പറഞ്ഞ? 2 ലക്ഷം കിലോമീറ്റർ ഓടി. 2 lakh ഓടിയിട്ടുണ്ട്. 2 lakh ഓടിയ ഈ ഒരു വാഹനം
ഇപ്പൊ എങ്ങനെ ഓടിക്കുന്ന കണ്ടീഷൻ പക്ക കണ്ടീഷനാണ്. നിങ്ങളൊന്ന് ഓടിച്ച് നോക്കി ആ ഒരു ഇതറിയാം, 2 ലക്ഷം ഓടിയിട്ട് അതിന്റെ ഒരു മാറ്റം ഫീൽ ചെയ്യാം, അതെ. നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഓക്കെ, വേറെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. ഒന്നുമില്ല. സീറ്റ് കവേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പൊ ടാക്സിയിലേക്ക് മാറ്റണേ സെപ്പറേറ്റ് പേപ്പർ എടുക്കേണ്ടി വരും നമ്മൾ? അതൊരു ചെറിയ എമൗണ്ട് വരുള്ളൂ. ഓൾറെഡി ടാക്സ് അടിച്ച വണ്ടി, ലൈഫ് ടാക്സ് അടിച്ച വണ്ടിയാണല്ലോ. ഓക്കെ, ചെറിയ എമൗണ്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ലോണും മാക്സിമം കിട്ടും? അതെ, മാക്സിമം ഒരു 4 ലക്ഷം എന്തായാലും കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രീമിയത്തിലേക്കും എത്തിയിരിക്കുകയാണ്. മെഴ്സിഡസ് ബെൻസ് E250 KL65 തിരൂരങ്ങാടി റിയായ വണ്ടിയാണ്. അതെ. എങ്ങനെയാണ് കാര്യങ്ങളിത്? സാധാരണക്കാർക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത്. 2010 മോഡൽ E250 വിത്ത് സൺറൂഫ് ഉള്ള വണ്ടിയാണ്. 2010 നമ്പർ ആയ വണ്ടിയാണ് E250. പ്രൈസ് വരുന്നത് 6,90,000 കിലോ. 6,90,000 കേരള നമ്പർ ആയി കഴിഞ്ഞു, ഒന്നും ചെയ്യാനില്ല. അതായത് ഇതിൽ മൈലേജ് എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? മൈലേജ് ഒരു 12-13 റേഞ്ച് മൈലേജ്. ഈ ക്ലാസ് ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കുഴപ്പമില്ലാത്തൊരു മൈലേജ് കിട്ടും. ഡീസലാണ് വണ്ടി. അതെ. വലിയ മെയിൻ്റനൻസ് വരുമോ ഇതിന്? ഈ ക്ലാസ്സിൽ പൊതുവിൽ മെയിൻ്റെനൻസ് കുറവാണ്. രണ്ട് കാറ്റഗറി അത്യാവശ്യം. പിന്നെ GLS S ക്ലാസ് ആ ലെവലിലാണ് നല്ല മെയിൻ്റെനൻസ് വരും. ഓക്കെ, പിന്നെ ബെൻസ് ആയതുകൊണ്ട് പാർട്സ് ഒക്കെ അവൈലബിൾ ആണ്, മറ്റുള്ള OD BM-ന്റെ പോലെ അല്ല. എന്തായാലും നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇത് ചെറിയൊരു മെയിൻ്റെനൻസ് എന്തായാലും വരും. അത് കണ്ടിട്ടേ എടുക്കാൻ പാടുള്ളൂ. വില കുറവിട്ട് ചാടിക്കറി ബെൻസ് എടുക്കാൻ നിൽക്കരുത്. അതിൻ്റെതായ ഒരു പോറ്റാനുള്ള മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. അതെ, ലോണ് കിട്ടൂല, ലോണ് സാധ്യത കുറവാണ്. ഓക്കെ, വേറെ പണിയൊന്നും ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അങ്ങനെ ഒരു ഇന്നോവയും വന്നു കഴിഞ്ഞു. എങ്ങനെയാ കാര്യങ്ങൾ? 2015 മോഡൽ V ആണ്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഓണർ UP രജിസ്ട്രേഷനിലാണ്. വിത്ത് NOC-ലാണെങ്കിൽ 8,40,000 നമുക്ക് ഫൈനൽ കൊടുക്കാം. കേരള ടാക്സ് അടിച്ചിട്ട് ഒരു 9,70 റേറ്റിന്. 9,70 അല്ല, കേരള നമ്പർ ആക്കിയതിന് ശേഷം 9,70. 2015 V ഓപ്ഷൻ, അതായത് അലോയ്സും കാര്യങ്ങളും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും എല്ലാം വരുന്ന വാഹനമാണ്. ലോണും കിട്ടൂല? ലോൺ ഒരു 8 ലക്ഷം 7 ലക്ഷം വരെയൊക്കെ ലോൺ. വേറെ മേജർ എന്തെങ്കിലും? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചെറിയ മൈനർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പുറത്തുനിന്ന് വരുന്ന വണ്ടിയായാലും. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്, അപ്രോണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതൊക്കെ ഉറപ്പിക്കാം. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കമ്പനി ഷോറൂമിൽ ചെക്ക് ചെയ്യുക, അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ സ്ഥലത്ത്, അതായത് 70 കിലോമീറ്റർ ആയാലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാന്നുള്ള കിലോമീറ്റർ ആണെങ്കിൽ അവർക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതും ചെയ്തു തരുന്നുണ്ട്. വേറെ ഡീസൽ അടിച്ചു കൊടുത്താൽ മതി, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് മാത്രമല്ല, കുറേ ഇന്നോവകളുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ടൊയോട്ട അൾട്ടിസ് ആണ്. ഇത് കേരള നമ്പർ ആയോ? ഡൽഹി നമ്പറിലാണ്. എവിടെ വേണമെങ്കിൽ നമ്പർ ആക്കി കൊടുക്കാം. പുതിയ 5 വർഷത്തെ പുതിയ പേപ്പർ എടുത്തിട്ട് 3,25,000 കൊടുക്കും. എങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ? 2010 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,00,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മാനുവലല്ല, ഓട്ടോമാറ്റിക് അൾട്ടിസ് ആണ്. പെട്രോളില് 2010 ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ, ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? അതെ. ഓക്കെ, ഒരു സെമി പ്രീമിയം കാറ്റഗറിയാണ്. അതെ. ഓക്കെ, 3,25,000 പുതിയ പേപ്പർ എടുത്തിട്ട് പുതിയ ഇൻഷുർ, പുതിയ ടാക്സ് അടിച്ചിട്ട് 2030 പേപ്പറിൽ 3,25,000 കൊടുക്കാം. 3,15 ലക്ഷം രൂപയ്ക്ക് ടൊയോട്ടയുടെ ഒരു ഓട്ടോമാറ്റിക് സെഡാൻ കൊണ്ടുപോകാം. 2010 മോഡൽ. 2010 അത്രയുള്ള സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനമാണ്. അപ്പോൾ നമ്മളെന്തായാലും തൽക്കാലത്തേക്ക് മൈൻഡപ്പ് ചെയ്യാണ്. ഇത് മാത്രമല്ല, ഒരുപാട് സ്റ്റോക്ക് ഇതാണ് നിങ്ങൾക്ക് പുറകിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇന്നോവകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണിച്ചത് ഒരു ഇന്നോവയാണ് എടുത്ത് കാണിച്ചത്. എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ബ്രോ. ബൈ.